പിന്നെ സർക്കാരിന് കൈക്കൂലി കിട്ടാൻ വേണ്ടിയുള്ള പണിയാണെന്ന് തോന്നുന്നത്. ഇതേ മെട്ടും ഈ കോൺട്രാക്ടർമാർ ചെയ്തേക്കണ അനീതിയാണ്. ഗവൺമെൻറ്റിന് കാശ് മേടിച്ച് നേക്കണം മാത്രമാണ്, അല്ലാണ്ട് ഇതിനകത്ത് യാതൊരു പരിപാടി വരെ നടത്തിയിട്ടില്ല. ഇതൊക്കെ ജനങ്ങൾ ശരിക്കും പ്രതികരിച്ചിട്ട് ഇപ്പം എന്താ പുണ്യമുള്ളൂ. ഇപ്പം നിങ്ങൾ എത്ര അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ടും തേവര കുണ്ടന്നൂർ പാലത്തിന്റെ അപകടാവസ്ഥയോ കഷ്ടകാലമോ മാറുന്നില്ല. എനിക്ക് പുറകിൽ കാണുന്ന ഈ ബ്ലോക്ക് പോലെ ഇത്രയും ശോചനീയമായ അവസ്ഥയിൽ തന്നെയാണ് നിലവിലും പാലമുള്ളത്. ലോട്ടറി കച്ചവടമാണ് അന്നത്തെ ദിവസം വെച്ചാൽ വണ്ടിയൊന്നുമില്ല. പിന്നെ 2 ദിവസം വേണ്ടാത്ത പണിക്കാണ് ബ്ലോക്ക് ചെയ്ത് ഈ കുണ്ടും കുഴി അടക്കാൻ വേണ്ടിയാണ്. അതിപ്പോൾ അടച്ചപ്പോൾ എന്ത് പറ്റി, അതിനെക്കാട്ടി വലിയ കുണ്ടും കുഴിയായി. ഇപ്പം എല്ലാ ദിവസവും ഓരോ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുക, കംപ്ലൈൻറ്റ് വരിക, ഇവിടെ ബ്ലോക്ക് ആവുക, വീണ്ടും നമ്മുടെ കച്ചവടത്തിന് നഷ്ടമാണ്. എനിക്ക് 2 ദിവസം അടച്ചിട്ട് 10,000 രൂപ എനിക്ക് നഷ്ടമാണ്. ഇനി ഈ സ്ഥിതിയിലാണെങ്കിൽ അതിനെക്കാട്ടി കൂടുതൽ നഷ്ടം വരും. ഞാൻ ആരോട് എന്ന് പറയാനാണ്? ഒരാളും കൊണ്ട് തരൂല്ല. പിന്നെ സർക്കാരിന് കൈക്കൂലി കിട്ടാൻ വേണ്ടിയുള്ള പണിയാണെന്ന് തോന്നുന്നത്. ഇതേ മെറ്റിൽ കൊണ്ട് ഇട്ടിട്ട് താറും പോലും ഇടാതെ മെറ്റിൽ കൊണ്ട് ഇട്ടിട്ട് അതേപോലെ മണ്ണിട്ടിട്ടാണ് ചെയ്തത്. അത് 2 ദിവസം തന്നെ എല്ലാം പൊളിഞ്ഞു പോയി. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിന് മുമ്പും ചാനലിനൊപ്പം ഇതേ കാര്യം തന്നെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയണത് ഈ പാലം കോണ്ടാക്ട് ചെയ്തപ്പോഴുണ്ടല്ലോ, ഈ പാലത്തിനകത്ത് ചുമ്മാ മെറ്റിൽ മാത്രം കൊണ്ടടിച്ചിട്ട് കാര്യമില്ല. അതിനകത്ത് ആദ്യം തന്നെ ടാർ ഒഴിച്ച് അതിൻ്റെ മുകളിൽ മെറ്റിലിട്ട് ആ മെറ്റലിൻ്റെ പുറത്തും കൂടി ടാർ ഒഴിച്ചതിന് ശേഷം വേണം മുകളിൽ പിന്നെ ടാർ ചേർത്ത ഇത് മെറ്റിലിട്ട് ശരിയാക്കാൻ. ഇത് വെറുതെ മെറ്റിൽ കൊണ്ട് ഇട്ടിട്ടാണ് അവർ ചെയ്തേക്കണം. അപ്പോൾ 2 വണ്ടി ഇതിനകത്ത് കൂടി എത്രയും ഭാരമുള്ള വണ്ടിയാണ് പോകുന്നത്. ആ വണ്ടി 2 ഓട്ടോ ഓടും ഇത് പോകുമെന്നുള്ളത് കൊച്ചുകുട്ടികളോട് ചോദിച്ചാൽ പോലും അറിയാൻ പറ്റും. ഈ കോൺട്രാക്ടർമാർ ചെയ്തേക്കണ അനീതിയാണ്.
ഗവൺമെന്റിന് കാശ് മേടിച്ച് നേക്കണം മാത്രമാണ്, അല്ലാണ്ട് ഇതിനകത്ത് യാതൊരു പരിപാടി അവർ നടത്തിയിട്ടില്ല. ഇതൊക്കെ ജനങ്ങൾ ശരിക്കും പ്രതികരിച്ചിട്ട് ഇപ്പം എന്താ പുണ്യമുള്ളൂ. ഇപ്പം നിങ്ങൾ ഈ ചാനലുകാരൻ എന്തോരം പ്രതികാരം അതിനകത്തൂടെ അയക്കണം, എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രാപ്തി ഉണ്ടോ അതിനകത്ത്? ഇവരുടെ അടുത്തുള്ള ഒന്നാമത്തെ ഒരു ടെൻഡർ പാസ്സാകുമ്പോൾ തുടങ്ങിയാൽ ഇവരുടെ കൈക്കൂലി കൊടുക്കണം. അവരെയും കിട്ടണതുകൊണ്ടല്ലേ അവർക്കും ചെയ്യാൻ പറ്റില്ല. അവരെയും തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 10 രൂപ കിട്ടുമ്പോൾ അതിനകത്ത് 5 രൂപയും കൈക്കൂലിയായിട്ട് മാറും. അങ്ങനെയാണ് ഇവർ ഇത്രയും തോന്നിവാസമൊക്കെ കാണിച്ചിട്ട് പോകണം. ഇത് പ്രതികരിക്കാൻ ആളില്ലാഞ്ഞിട്ടല്ല, പ്രതികരിച്ചിട്ട് ഇപ്പോൾ ഒരു ഫലമില്ലെന്നാണ് കാണുന്നത്. അതുകൊണ്ടിട്ടാണ് ഈ പാലം ഇങ്ങനെ ആയിട്ട് ഞങ്ങൾ ഈ ഓട്ടോറിക്ഷക്കാരെന്ന് പറഞ്ഞാൽ നിത്യവൃത്തി കഴിഞ്ഞു പോകണം. അതുകൊണ്ടൊന്നും ഒരു സമ്പാദ്യം ഞങ്ങൾക്കില്ല. ഈ ദിവസം ഈ ഓടുന്ന പൈസ ഞങ്ങൾക്ക് കിട്ടണം. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് ഓട്ടം വിളിച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പടിഞ്ഞാറുള്ള ഓട്ടം വിളിച്ച് ഞങ്ങൾ പോകാറില്ല. എല്ലാവരും പറയും പോകാൻ പറ്റില്ല, ഇങ്ങനെ പാലം ഇങ്ങനെ ബ്ലോക്ക്. അതുപോലെ വണ്ടിയുടെ കേടുപാട് തീർക്കാൻ എത്ര രൂപയുണ്ടെങ്കിൽ സാധിക്കും. ഞങ്ങൾ ഈ ഓടുന്നതിൻ്റെ 3/4% ഞങ്ങൾ വണ്ടിയുടെ പണിക്ക് വേണ്ടി ഉപയോഗിക്കണേന്ന്. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കിടന്ന് ബുദ്ധിമുട്ടുക. ഒരു കാറുകാരാണെങ്കിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം പോകുള്ളൂ. ഇത് നേരം വെളുത്ത് അന്ത്യവും പോകുന്നതാണ് ഞങ്ങൾ ഈ ഓട്ടോറിക്ഷക്കാർ. ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നൊന്നും കുനിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം എൻ്റെ. അതാണ് എനിക്കുള്ള. ഇനി ഇതിന് ടെൻഡർ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരെ നിർത്തി, ഇവരെ ആരെങ്കിലും പണി അറിയാവുന്ന ആൾക്കാരെ നിർത്തി ചെയ്യിക്കണം. സത്യമൊക്കെ ഞങ്ങളൊക്കെ ഈ റോഡിൻ്റെ പണിക്കൊക്കെ പോയിട്ടാണ് ഞാൻ. എനിക്കറിയാം റോഡിൻ്റെ പണി അങ്ങനെ. ഇതിൽ ടാർ ഒട്ടും ഉപയോഗിക്കണില്ല, ഒട്ടും യൂസ് ചെയ്യാണ്ട് കൊണ്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇത് പെട്ടെന്ന് പൊട്ടിപ്പോണത്. മര്യാദയ്ക്ക് ടാർ ചേർക്കുകയാണെങ്കിലല്ല, ഇതിനകത്തൊക്കെ നല്ലവണ്ണം പണി നടക്കും. ഒരു 6 വർഷങ്ങളിൽ നിൽക്കത്തക്കോണം നന്നായിട്ട് ടാർ ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെ അളവിനുള്ള അല്ലാണ്ട് കൂടുതൽ ചേർക്കാനില്ല. ഈ റോഡ് പണിക്കുള്ള അളവിനുള്ള ടാർ ചേർക്കുകയാണെങ്കിൽ എങ്ങനെ ഒരു 6 വർഷമെങ്കിലും അത് മര്യാദയ്ക്ക് പൊട്ടാണ്ട് നിൽക്കും. പക്ഷെ നമ്മൾക്കൊക്കെ അറിയാം. പക്ഷെ ആരോടും പറയാനില്ല, പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് പറയാത്ത അധികാരികൾ കണ്ണു തുറക്കുക തന്നെ ചെയ്യണം. ടാക്സ് അടയ്ക്കുന്ന വണ്ടി ഓടിക്കുന്ന ജനത്തിന് സുഗമമായ യാത്ര അവകാശമാണ്.